ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്പീഡ് ആൻഡ് ലവ് ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡാണ്. ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡ് തുടങ്ങുന്നത് ജിൻ്റെ വർക്ക്ഷോപ്പിൽ ആ പ്രൊഫഷണൽ ബോക്സറിലെ അയാളും കൂടെ ഒത്തിരി പേരും ഉണ്ട്. വേറെ ഒന്നിനുമല്ല, ജിന്നെ ശല്യപ്പെടുത്താനാണ്, ജിന്നുമായി വഴക്കിടാൻ വേണ്ടിയാണ്. എന്നാൽ ജിൻ അവിടെ ഇല്ല. ജിൻ്റെ പണിക്കാരും ജിൻ്റെ കൂട്ടുകാരും പിന്നെ മൂ മാത്രമേ ഉള്ളൂ. മൂനെയും കൂട്ടുകാരനെയും അവർ കാണുന്നില്ല. മൂ ചോദിക്കും ഇതാരാന്ന്. അപ്പോൾ കൂട്ടുകാരൻ പറയും പണ്ട് ജിൻ അവൻ്റെ വർക്ക്ഷോപ്പിലാണ് പണിയെടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ജിന്ന് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് തുടങ്ങിയതിന് ശേഷം ഇവർ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങും. സാധാരണ ജിന്ന് വഴക്കുണ്ടാക്കാൻ പോകില്ല, വഴക്ക് സോൾവ് ചെയ്യാറാണ് പതിവ്. ഈ കാര്യം പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പണിക്കാരൻ്റെ മെക്കത്തോട്ട് അവർ കയറുന്നുണ്ട്. ഇത് കൂട്ടുകാരന് കണ്ടു നിൽക്കാൻ കഴിയില്ല. അവൻ അങ്ങോട്ട് എന്ന് ചോദിക്കും, എന്താ പ്രശ്നം, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ജിന്ന് ഇവിടെ ഇല്ലാത്ത സമയത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയാണോ? അവനുള്ളപ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നെങ്കിലും പറയാം, അവനില്ലാത്തപ്പോൾ എന്തിനാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ബോക്സറിൻ്റെ കൂടെ വന്ന ഒരാൾ പറയും, നീ നിൻ്റെ അച്ഛനെ പോലെ പട്ടിയും പൂച്ചയും നോക്കിയിരുന്നാൽ മതിയെന്ന്. അവന് പെറ്റ് ഷോപ്പുണ്ട്, അതുകൊണ്ടാണ്. അവൻ അങ്ങനെ പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൻ്റെ അച്ഛനെ പറഞ്ഞില്ലേ, നീ വേണ്ടാത്ത കാര്യം പറയണ്ട, അച്ഛനെ പറയണ്ട എന്നൊക്കെ പറയുമ്പോൾ ആ ഒരുത്തിന് ദേഷ്യം വരും. അവൻ പെട്ടെന്ന് ആ പണിക്കാരനെ ചവിട്ടി താഴെയിടും, അതും നെഞ്ചത്ത് ചവിട്ടി. അതുമല്ല, അവിടെ കിടന്ന സ്പാനർ എടുത്ത് അവിടെയുള്ള കാർ അടിച്ച് പൊട്ടിക്കാൻ നോക്കുമ്പോൾ മൂനത് സഹിക്കില്ല. എന്താടാ നീയൊക്കെ കാണിക്കുന്നേ എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തോട്ട് വരും. അവൻ്റെ മുഖത്ത് ഒരു കൊട്ടും കൊടുത്തിട്ട് അവൻ്റെ കാലിനിട്ട് ചവിട്ടും. അവൻ ഒത്തിരി തല്ലും. മൂനെ തല്ലാൻ വരുമ്പോൾ കൂട്ടുകാരൻ അവിടെ വരും. അവളെ തൊടാൻ ആരും സമ്മതിക്കുന്നില്ല. അവൻ ബോക്സറാണ്, അതുകൊണ്ട് കൂട്ടുകാരനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവരൊത്തിരി പേരുള്ളതുകൊണ്ട് അവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവൻ പിടിക്കുന്നുണ്ട് അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ജിൻ അവിടുന്ന് ഓടി വന്ന് കാറിൻ്റെ മണ്ടയ്ക്ക് നിന്ന് ചാടി അവനിട്ടൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ സ്പാനറിൻ്റെ ഇടയ്ക്ക് പോയി കിടക്കുന്നുണ്ട്. മൂനെ ജിന്നെ രക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ജിന്നും പ്രൊഫഷണൽ ബോക്സറും നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഫഷണൽ ബോക്സർ ആണെങ്കിൽ ജിന്നെ സ്പാനർ വെച്ച് അടിക്കുന്നുണ്ട്. പിന്നെ ബോക്സറിൻ്റെ ആളുകൾ പണിക്കാരെയും കൂട്ടുകാരെയും അടിക്കുന്നുണ്ട്. എങ്ങനെ തന്നെ ശരിയാവില്ലെന്ന് വിചാരിച്ച് പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെ എന്ന പ്രശ്നം വഷളാവുമെന്ന് വിചാരിച്ച് അവന്മാരവിടുന്ന് പോകുന്നുണ്ട്. മൂന്നൊന്ന് തുറച്ചു നോക്കിയാണ് ആ ബോക്സർ പോകുന്നത്. അവൻ പ്രശ്നം സോൾവ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇന്ന് മൂവിനും തൊട്ടു, അത് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. വഴക്കൊക്കെ കഴിഞ്ഞ് മൂവും കൂട്ടുകാരനും ഒരു സ്ഥലത്ത് പോയി സംസാരിക്കുകയാണ്. അവർ കുറേ സംസാരിക്കുന്നുണ്ട്. കൂട്ടുകാരൻ പറയും സാധാരണ അവൻ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോവാത്തതാണ്, പക്ഷെ അവൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ വലിയ ഗുണ്ടയായിരുന്നു. അവനെല്ലാവർക്കും പേടിയായിരുന്നു. ഇവനെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവൻ തിരിച്ചടിക്കുമായിരുന്നു. ഇവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചെന്നാൽ എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷെ അവൻ ഒതുങ്ങിപ്പോയി. ഇപ്പം ആരെയും അവൻ അടിക്കുകയില്ല. അവനാണ് ഒതുങ്ങിപ്പോയി. അവനിപ്പോൾ ആരെയും അടിക്കുകയില്ല. ഇപ്പോഴാണ് അവൻ ഒരാളെ അടിച്ചത്, അത് ആർക്ക് വേണ്ടിയിട്ടാ, നിനക്ക് വേണ്ടിയിട്ടാ എന്നൊക്കെ അവൻ പറയുമ്പോൾ അവൾക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് അടിക്കുന്നുണ്ട്. അപ്പോൾ മൂ ചോദിക്കും അവൻ ജീവൻ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന്. ബോക്സിങ് റേസിങ്ങും ചെയ്യാറുള്ളൂ എന്ന് അവൻ പറയുമ്പോൾ അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അറിയില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ജിന്ന് അവനെ കൊല്ലുമെന്ന് മനസ്സിലാവും. അതാണ് അവനൊന്നും പറയുന്നില്ല. അവൾക്കത് മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. പിന്നീട് ജിന്നെ കാണിക്കുവാണെങ്കിൽ ജിന്നൊരു സ്റ്റാൻഡ് പിടിച്ച് പൊക്കുവാണ്. മൂ അവൻ്റെ കൂടെ സഹായിക്കാൻ ചെല്ലുന്നുണ്ട്. അവൾ എന്തൊക്കെയോ പൊങ്ങച്ചടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജിന്ന് പറഞ്ഞിരുന്നു നീ സഹായിക്കണ്ട, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന്. അപ്പോൾ മൂ പറയും എനിക്ക് ശക്തിയുണ്ട്, ഞാൻ തന്നെ പൊക്കിക്കോളാം എന്ന്. ജിന്ന് പണിക്കാരോട് പറയും നിങ്ങൾ പൊക്കണ്ട, മൂ തന്നെ പൊക്കിക്കോളും എന്ന്. അവൾ പൊക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൊങ്ങുന്നില്ല. അവൾ ചമ്മി മാറി പോകുന്നുണ്ട്. എന്നിട്ട് ജിന്നും കൂട്ടരും അത് പൊക്കുന്നുണ്ട്. അപ്പോൾ ജിന്ന് ഒരു പണി മൂന്ന് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അവിടെ കിടക്കുന്ന നട്ടും ബോൾട്ടും എടുത്ത് പെറുക്കിയായി ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ അങ്ങനെ അതെല്ലാം പെറുക്കി വെക്കുന്നുണ്ട്. അവളോട് ദേഷ്യം ഉണ്ടെങ്കിലും ഉള്ളിനുള്ളിൽ നല്ല സ്നേഹമുണ്ട്. പക്ഷെ അവൻ അത് പ്രകടിപ്പിക്കുന്നില്ല. അവനിങ്ങനെ ഓരോ കട്ടിപ്പണികൾ ചെയ്യുന്ന സമയത്ത് അവൻ അറിയാതെ തന്നെ അവനെ നോക്കുന്നുണ്ട്. ഇവൾക്ക് അവനോടൊരു സ്നേഹമുള്ളതുപോലെ അവൻ നോക്കുന്നത്. പിന്നീട് ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവനും മൂ അറിയാതെ മൂനെ നോക്കുന്നുണ്ട്. പക്ഷെ അത് അവൾ അറിയുന്നില്ല. പിന്നീട് അവളെ സഹായിക്കാൻ വേണ്ടി ഒരു പണിക്കാരൻ വരുന്നതാണ്. അവളുടെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇവളെ കൊണ്ട് കട്ടിപ്പണിയൊന്നും ചെയ്യിപ്പിക്കുന്നില്ലല്ലോ, അതാണ്. പിന്നീട് കാണിക്കുന്നത് ഓണറിനെയാണ്. അവൻ ആ ഗാരേജിലെ കാറെല്ലാം ട്യൂൺ ചെയ്യുവാണ്. ഫോണിൽ ഒരു മെസ്സേജ് വരും. അവൻ നോക്കാൻ ഏൽപ്പിച്ച ആളാണത്. സെയിം എഞ്ചിനുള്ള വണ്ടിയാണ്, അതൊരു ട്രക്കാണ്. അവനുമായി റേസ് ചെയ്ത വണ്ടിയുടെ അതേ എഞ്ചിനാണ് ഈ ട്രക്കിനുള്ളത്. അതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ആ ട്രക്കുള്ള വീട്ടിലേക്ക് അവൻ ചെല്ലുന്നുണ്ട്. അത് വേറെ ആരുടെയും വീടല്ല, അത് നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ്. കൂട്ടുകാരൻ വീട്ടിൽ തന്നെയുണ്ട്. അവൻ പതിയെ അവൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഈ
കൂട്ടുകാരൻ വിചാരിക്കുന്നത് ഇവൻ വല്ല പട്ടിയെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണെന്ന്. എന്നാൽ അവൻ ചോദിക്കും കാറുണ്ടോ എന്ന്. അപ്പം അവൻ പറയും ആ കാറുണ്ടല്ലോ, വാ കാണിക്കാമെന്ന്. അവൻ അങ്ങനെ ട്രോളിയുള്ള ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. ഇതാ കാറെന്ന് പറഞ്ഞ് അവന് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ വിചാരിക്കും ഇവന് വല്ല വട്ട് കാണുമെന്ന്. ഓണർ ചോദിക്കും ഈ വണ്ടിയല്ല, വലിയ കാറുണ്ടോ, ആ റേസിങ് കാർ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ അവൻ്റെ കയ്യിൽ ഇങ്ങനത്തെ വണ്ടിയൊന്നുമില്ല, ആ ട്രക്ക് മാത്രമേ ഉള്ളൂ അവൻ്റെ കയ്യിൽ. എന്നാൽ കൂട്ടുകാരൻ പറയും എനിക്ക് ട്രക്ക് മാത്രമേ ഉള്ളൂ, കാറില്ല എന്ന്. എന്നാൽ ആ ഓണറിന് സംശയം തോന്നിയിട്ട് നീ മലമുകളിൽ എവിടെയോ പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ അവിടെയൊന്നും പോയിട്ടില്ല. പക്ഷെ അവന് മനസ്സിലായത് ഹീറോയാണ് പോയത്. അവൻ എന്തോ പണി ഒപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യം അവന് മനസ്സിലായി. കൂട്ടുകാരൻ്റെ അടുത്ത് അവൻ ചോദിക്കുമ്പോൾ ഇവൻ അറിയില്ല എന്നാണ് ഓണറിൻ്റെ അടുത്ത് പറയുന്നത്. അവൻ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഒരു ഡീല് വെക്കാമെന്ന് പറഞ്ഞ് അവൻ കൈ കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ഓണർ കൈ കൊടുക്കുന്നില്ല. മറ്റൊന്നുമല്ല, ഇനിയോ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കണം. അതിനെന്താ, ഞാൻ പ്ലാറ്റിനത്തിൻ്റെ എടുത്തോളാം എന്ന് അവൻ പറയുന്നുണ്ട്. ആ കൂട്ടുകാരൻ 2 കാർഡും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ഗോൾഡും ഒന്ന് പ്ലാറ്റിനം. കൂട്ടുകാരൻ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. കൂട്ടുകാരന് ഫ്രീ ആയിട്ട് പൈസ കിട്ടുമല്ലോ. എന്നാൽ ആ ഓണറിന് നല്ല പൈസയുണ്ട്, അതാണ് കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് ഓണറിൻ്റെ ദേഹത്ത് കുറേ കിളികൾ വന്നിരിപ്പുണ്ട്. ആ കിളികളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എന്നാൽ അവൻ അനങ്ങാതെ ഇരിക്കും. കൂട്ടുകാരൻ വന്നിട്ട് ആ കിളികളൊക്കെ തട്ടി മാറ്റുന്നുണ്ട്. പിന്നീട് ആ ഓണറിൻ്റെ അടുത്ത് കൂട്ടുകാരൻ പറയും ഞാനാണ് ഈ ഏരിയയിലെ വലിയ റേസർ, ഞാനാണ് മലമുകളിൽ റേസ് ചെയ്തതെന്ന്. പക്ഷെ ഇവനല്ല ഓടിച്ചത്, ഹീറോയാണ്. പക്ഷെ ഹീറോയുടെ കാര്യം അവൻ പറഞ്ഞിട്ടില്ല. ഇവൻ പോയതിന് ശേഷം ജിന്നെ വിളിക്കുന്നുണ്ട്. ജിന്നോട് എല്ലാ കാര്യം പറയുന്നുണ്ട്. അവൻ പറയും ഇവിടെ ഒരാൾ തിരക്കി വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ ബിസിനസ് കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ ഓണർ കൂട്ടുകാരന് കൊടുത്തതാണ്. ഇത് കാണുമ്പോൾ അവന് മനസ്സിലാവും ആ പഴയ ഓണർ തന്നെയാണെന്ന്. കാർഡ് കൊടുത്തത് വേറൊന്നിനെയല്ല, ആ മലമുകളിൽ വെച്ച് നന്നായിട്ട് റേസ് ചെയ്തിരുന്നല്ലോ, അവൻ തന്നെയാണോ എന്നറിയാൻ വേണ്ടി ഒരു റേസ് വിളിച്ചിട്ടുണ്ട്. അതിനാണ് അവന് കാർഡ് കൊടുത്തേക്കുന്നത്. എന്നാൽ ഈ കൂട്ടുകാരന് റേസിംഗ് എന്താണെന്നറിയില്ല. ഇവന് ഓട്ടോമാറ്റിക് കാർ മാത്രമേ ഓടിച്ച് പരിചയമുള്ളൂ. പഠിപ്പിച്ചു തരാമെന്ന് ജിന്നോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെങ്കിലും ജയിച്ചല്ലേ പറ്റൂ, അല്ലെ കളത്തിലെല്ലാം പൊളിയില്ലേ, ജിന്നാന്ന് കണ്ടുപിടിക്കത്തില്ലേ, അല്ലെങ്കിൽ അത് കൂട്ടുകാരനല്ല എന്ന് അറിയത്തില്ലേ. അതുകൊണ്ട് കൂട്ടുകാരൻ ജിന്നോട് സഹായം ചോദിക്കും. ജിന്ന് പഠിപ്പിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ജിന്ന് അവനെയും വിളിച്ചുകൊണ്ട് ഒരു ഗരാജിലേക്ക് വരും. അവനെ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കാർ കിടപ്പുണ്ട്. അവൻ മലമുകളിൽ ഓടിച്ച കാർ തന്നെയാണത്. ഇതൊരു ജപ്പാൻ കാറാണ്, ജർമ്മൻ കാറല്ല. ജർമ്മൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഭയങ്കര വെയിറ്റും ആയിരിക്കും. പിന്നെ പവർ വേണം, പക്ഷെ അതിൻ്റെ സ്പീഡ് ഭയങ്കര കുറവാണ്. എന്നാൽ ജപ്പാൻ ഒരു പ്രത്യേകതയുണ്ട്, അതിന് വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ കുറവായിരിക്കും, പക്ഷെ സ്പീഡ് കൂടുതലാണ്. പെട്ടെന്ന് തന്നെ ആക്സിലറേറ്റ് ആവും. അതുകൊണ്ട് തന്നെ റേസിങ്ങിന് എപ്പോഴും ജപ്പാൻ വണ്ടിയായിരിക്കും അടിപൊളി. ഈ കാര്യങ്ങളൊക്കെ ജിന്ന് കൂട്ടുകാരടുത്ത് പറഞ്ഞു കൊടുക്കും. രണ്ടാമത് വേറൊരു വണ്ടി കാണിക്കും. അതൊരു ക്ലാസിക് വണ്ടിയാണ്. ഇത് കാണുമ്പോൾ കൂട്ടുകാരന് ഭയങ്കര ഇഷ്ടമാവും. എനിക്ക് ഈ വണ്ടി മതി, ഇതിൽ ഓട്ടിക്കാൻ പോവാന്ന് അവൻ പറയും. അതുപോലെ തന്നെ അവനൊരു തൊപ്പി എടുത്തു കൊടുക്കും. നമുക്കൊരു കാര്യം മനസ്സിലാവും, ആ റേസ് ചെയ്തത് ജിന്നാണെന്ന്. ഇവരങ്ങനെ തൊപ്പി വെച്ചിട്ട് കാർ ഓടിക്കാൻ പോകും. ജിന്നാണ് കാർ ഓടിക്കുന്നത്. കൂട്ടുകാരൻ സൈഡിൽ ഇരിപ്പുണ്ട്. അവൻ എങ്ങനെയല്ല ഓടിക്കുന്നതെന്ന് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറച്ച് പെൺകുട്ടികൾ കൂടി നിൽപ്പുണ്ട്. ആ കൂട്ടുകാരൻ അവിടെ ചെന്ന് കൂളിംഗ് ഗ്ലാസ് വെച്ച് അവളുടെ മുമ്പിൽ കുറേ സംസാരിക്കുന്നുണ്ട്. അവൻ ഷൈൻ ചെയ്തൊക്കെ പറയും. പക്ഷെ അവൾമാർ കളിയാക്കി പറയും രാത്രി ആരാടാ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നതെന്ന്. കാറിൽ നിന്ന് ജിന്ന് അത് കേട്ട് ചിരിക്കുന്നുണ്ട്. വിഷം വീഴ്ച കാറിൽ കയറുന്നുണ്ട്. ജിന്ന് കൂട്ടുകാരനെ കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. നല്ല രീതിക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ടാണ് അവൻ അവിടുന്ന് പോകുന്നത്. ഇത് കാണുമ്പോൾ കൂട്ടുകാരൻ നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. ഇവനിത് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇങ്ങനെ ആ കാർ ഓടിക്കേണ്ടതെന്ന് അവൻ പറഞ്ഞു കൊടുക്കും. അവൻ നല്ല സ്പീഡിൽ പോകും. പെട്ടെന്ന് തന്നെ അവൻ ഗിയറൊക്കെ മാറുന്നുണ്ട്. സെക്കൻഡുകൾക്കുള്ളിലാണ് ജിന്ന് ഗിയറൊക്കെ മാറുന്നത്. കുറച്ചേറെ സ്പീഡിൽ ഓടിച്ചിട്ട് ആ ഒരു സൈഡിലേക്ക് ഒതുക്കും. എന്നിട്ട് അവനോട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ പറയും. അവൻ നല്ല സന്തോഷത്തിലാണ്. എന്നാൽ അവന് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല. വണ്ടിയാണെങ്കിൽ ജെർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊരു പവർഫുൾ ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് അത് നിന്ന് പോണില്ല. അവൻ കുറേ നേരം ഫസ്റ്റ് ഇട്ട് ഓടിച്ചിട്ട് പിന്നെ സെക്കൻഡ് ആക്കും. അവന് സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ട്. അവന് ഗിയർ മാറ്റാൻ മാത്രം പഠിച്ചാൽ മതി. അവൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. പിന്നെ കാർ ഒതുക്കിയിട്ട് ജിന്നോട് ചോദിക്കും ഞാൻ സ്പീഡിൽ ഓടിക്കാൻ പഠിച്ചുള്ളൂ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ജിൻ പറയും ഇനി ഡ്രിഫ്റ്റ് ചെയ്യാൻ പഠിക്കണമെന്ന്. എന്നെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് അവൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഓടിക്കും. അതും ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവൻ ഡ്രിഫ്റ്റ് ചെയ്യുകയാണ് കാർ. കൂട്ടുകാരന് ഭയങ്കര സന്തോഷമാണ്. പഠിച്ചിട്ടുണ്ട്. അവന് പോകാൻ സമയമായി. അതുകൊണ്ട് അവൻ ഗ്ലാസ്സൊക്കെ വെച്ച് അവൻ അവരുടെ മുമ്പിൽ വെച്ച് ഷൈൻ ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെയാണ് ഷൈൻ ചെയ്യുന്നെങ്കിലും ജിന്നാണ് ഡ്രിഫ്റ്റ് ചെയ്തത്. പിന്നീട് 3
മൂവിൻ്റെ കൂടെ ഇരുന്ന പാസഞ്ചറിനെയാണ് കാണിക്കുന്നത്. അവളെ കാണാനായിട്ട് സ്നേക്ക് വന്നിട്ടുണ്ട്. സ്നേക്ക് വന്നിട്ട് എന്തൊരു കാർഡ് എടുത്തിട്ട് ജിൻ്റെ ഭാവി പ്രവചിക്കുകയാണ്. അതായത് ഇവൾക്ക് ജിന്നെ കിട്ടുമോ എന്നുള്ള രീതിയിൽ. അവളൊരു കാർഡ് എടുത്ത് നോക്കുമ്പോൾ ചന്ദ്രനെയാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം കൂട്ടുകാരിക്ക് പോലും അറിയില്ല. അപ്പോൾ സ്നേക്ക് പറയും ചിലപ്പോൾ ചന്ദ്രനുള്ള രാത്രി ഞാൻ അവരുമായി സമയം പങ്കിടുന്നത് വല്ലതാണോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ കൂട്ടുകാരിക്ക് എന്ത് പറയണമെന്നറിയില്ല. ആ സമയത്താണ് ആ പാസഞ്ചറിൻ്റെ ഫോണിലേക്ക് മൂ വിളിക്കുന്നത്. ആ സമയം സ്നേക്കിലൂടെ നിൽക്കുന്ന കൂട്ടുകാരികൾ സ്നേക്കിനെ കളിയാക്കും. നീ എന്താ അവനെ വശീകരിച്ചെടുക്കാൻ നോക്കുവാണോ, അതും ഈ രാത്രി സമയത്ത്? അതുകൊണ്ട് സ്നേക്ക് അവന്മാരെ പോയി അടിക്കും. ആണോ നീയൊക്കെ പറയുന്നത്, ഞാൻ ജിന്നെ വശീകരിച്ചെടുക്കാൻ നോക്കുവാണോ എന്നൊക്കെ പറഞ്ഞു. ആ സമയം കൊണ്ട് ആ പാസഞ്ചർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അവൾക്ക് എങ്ങനെയെങ്കിലും സ്നേക്കിനെ ഏത് രക്ഷപ്പെടണമായിരുന്നു. സ്നേക്ക് അവന്മാരെ അടിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പാസഞ്ചറിനെ കാണുന്നില്ല. പാസഞ്ചർ അവിടെ നിന്ന് പോയി കഴിഞ്ഞു. ഒരു ദിവസം തന്നെ പാസഞ്ചറും മൂവും കൂടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. നമുക്ക് പാസഞ്ചറെ കൂട്ടുകാരി എന്ന് വിളിക്കാം. മൂ ഈ സ്കൂളിൽ പഠിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇനി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് പറയില്ല. അതുമല്ല, സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ കാർ ഓടിക്കാൻ കഴിയും? അവൾ അവിടെ ഒരു ബോർഡിൽ ചെന്ന് നോക്കുമ്പോൾ ജിൻ്റെ പടമാണ് അവിടെ ഉള്ളത്. ആ പെൺകുട്ടി പറഞ്ഞു കൊടുക്കും, ഇതൊരു അടിപൊളി പയ്യനാണ്. അവൾക്ക് ആ പേരറിയാം. മൂ എന്തായാലും ആ പേര് ബുക്കിൽ എഴുതുന്നുണ്ട്. കൂട്ടുകാരെ നോക്കുമ്പോൾ മൂവിൻ്റെ പേരും ജിൻ്റെ പേരുമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് പേരിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ രാവും പകലും എന്നാണ്. അതായത് സൂര്യനും ചന്ദ്രനും. ഇത് മനസ്സിലാവുന്ന കൂട്ടുകാരിക്ക് എന്തോ പോലെ തോന്നുന്നു. അതായത് കൂട്ടുകാരിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ആ കൂട്ടുകാരി അവിടെ നിന്ന് പോകുന്നുണ്ട്. കൂട്ടുകാർ പോകുന്നത് ഇവൾക്ക് സ്കൂൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടാണ്. ഇവൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ഇവളിനി ഇവിടെ ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ജിന്നെ ഇവിടെ പഠിപ്പിക്കാൻ ചേർക്കുമോ അറിയാൻ പാടില്ല. എന്തായാലും മൂ സ്കൂളിൽ പോയി പഠിച്ചു കഴിഞ്ഞ് വരുന്നത് ജിൻ്റെ അടുത്തോട്ടാണ്. ജിൻ ആ സമയത്ത് സിഗരറ്റ് വലിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. സിഗരറ്റ് വലിക്കല്ലേ. അപ്പോൾ അവൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ കാല് വെച്ച് തട്ടിത്തെറിപ്പിക്കും. എന്നിട്ട് അവൾ പറയും, ഞാൻ തൈക്കോണ്ടോ പഠിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും അവന് ദേഷ്യം വരും. അവൻ ദേഷ്യപ്പെട്ട് അവളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. പക്ഷെ അവൻ പറയും, ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല, ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടാൻ പാടുണ്ടോ എന്ന്. പക്ഷെ അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജിന്നെ 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 എന്ന് പറഞ്ഞ് അവൻ്റെ ചുറ്റും കറങ്ങി നടക്കും. അവളിങ്ങനെ നടക്കുന്നതിൻ്റെ ഉദ്ദേശം അവൻ്റെ ചെവിയിലിരിക്കുന്ന സിഗരറ്റ് എടുത്ത് മാറ്റാൻ വേണ്ടിയാണ്. അവൾ അത് മാറ്റുകയും ചെയ്യും. സിഗരറ്റ് വലിക്കുന്നത് നല്ലതല്ലോ. ആ സമയത്ത് ജിൻ്റെ കൂട്ടുകാരൻ അവിടെ വരുന്നുണ്ട്. പക്ഷെ ജിൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ സീറ്റിൽ പോയി ഇരിപ്പുണ്ട്. കൂട്ടുകാരൻ ഇപ്പം അങ്ങോട്ട് വന്നത് റേസിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ്. ഇത് കേൾക്കുമ്പോൾ മൂവിന് ഭയങ്കര താല്പര്യമാവും. അതുമല്ല, ജിൻ അവളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ. ആ സമയത്ത് കൂട്ടുകാരൻ്റെ കൂടെ പോയി ചില്ല് ചെയ്യാനാണ് അവൻ വിചാരിക്കുന്നത്. അവൾക്ക് പാഡ് എടുക്കണം, അവൾക്ക് പീരിയഡ്സ് ആയല്ല, അതുകൊണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അവൾ അകത്തോട്ട് പോകും. അവൾ അതിനകത്ത് നോക്കുമ്പോൾ പ്രൊട്ടക്ഷൻ കിടക്കുന്നു. അവളത് കണ്ടിട്ട് ഞെട്ടി പോകുന്നുണ്ട്. അവൾക്ക് ഒരുമാതിരിയായിട്ട് അവൾ പുറത്തോട്ട് വരുന്നുണ്ട്. അവിടെ തന്നെ ജിൻ അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ ജിൻ്റെ മുഖത്തോട്ട് നോക്കാൻ അവളെ കൊണ്ട് കഴിയുന്നില്ല. അവൾ ഓടിപ്പോവാണ് ചെയ്യുന്നത്. അവൾക്ക് അവനോട് തന്നെ സംസാരിക്കാൻ എന്തോ പോലെയാവുന്നു. കൂട്ടുകാരൻ എന്ത് ചെയ്യുന്നത് അവൾ മടിച്ചാണ് ചോദിക്കുന്നത്. അതുമല്ല, ജിൻ്റെ കയ്യിലാണ് ചാവി. ഇന്ന് വന്നേ എന്ന് പറഞ്ഞ് ആ ചാവി എടുത്ത് അവളുടെ കൊടുക്കുന്നുണ്ട്. ഇത്ര നേരം ചാടിത്തുള്ളി നടന്ന പെൺകുട്ടിക്ക് ഇപ്പോൾ എന്ത് പറ്റിയോ എന്ന് ഓർത്ത് അവൻ നിൽക്കുന്നുണ്ട്. അവൾ താക്കോലും വാങ്ങിച്ച് കാറിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. ജിന്നെ അവനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അവൾ ഇത്ര നേരം തുള്ളിച്ചാടി നടന്ന് അവൾ എന്താ ഇപ്പം എൻ്റെ അടുത്ത് മിണ്ടാത്തതെന്ന്. അതുമല്ല, കൂട്ടുകാരൻ അവനെ കളിയാക്കുന്നുണ്ട്. നിന്റെ പുറകെ നടക്കുന്ന പെൺകുട്ടികൾ നിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് പുറകെ നടക്കുന്നത്, അല്ല നിന്റെ സ്വഭാവം കണ്ടിട്ടല്ല. നീ ആരെയും കയറിയില്ല, നീ സന്തോഷിപ്പിക്കുകയില്ല, നീ വേറെ രക്ഷാകാന്നൊക്കെ പറയും. അതുമല്ല, കൂടെ അവനൊന്ന് പറയുകയും ഇതൊരു സത്യമാണോ അല്ലയോ നമുക്ക് അറിയില്ല. പിന്നീട് കൂട്ടുകാരൻ മോനെ വിളിച്ചുകൊണ്ട് കാറിൽ പോകുന്നുണ്ട്. അവൾ ഭയങ്കര ആലോചനയിലാണ്. അവൻ എന്തിനാ പ്രൊട്ടക്ഷൻ വാങ്ങിയെന്ന് അവൾക്ക് അറിയില്ല. ചിലപ്പോൾ അവന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചാണ് അവൾ പോകുന്നത്. ചിലപ്പോൾ ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ കയറുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചാണ് അവൾ പോകുന്നത്. അവൾക്കറിയില്ല എന്താ സംഭവം എന്ന് നമുക്കല്ലേ അറിയൂ. ആ കടയിലെ പുള്ളിക്കാരത്തി വിറ്റ് പോകാൻ വേണ്ടി ചെയ്തതാണെന്ന്. ഇവരിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ വിളിച്ച് കാണിക്കുന്നുണ്ട്, ഇതാണ് ഞങ്ങൾ പഠിച്ച സ്കൂളെന്ന്. അതായത് ജിന്ന് നേരത്തെ പഠിച്ച സ്കൂളെന്ന്. അവിടെയാണ് ഇപ്പം മൂവും പഠിക്കുന്നത്. അങ്ങനെ മൂ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു അവൻ, നിങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ പഠിച്ചതെന്ന്. ആ ക്ലാസ്സിൽ തന്നെ 150 സെൻറ്റിമീറ്ററിന് മുകളിലുള്ളത് അവൻ മാത്രമായിരുന്നു.
ആ സമയത്ത് ആ ക്ലാസ്സിൽ ആർക്കും പൊക്കമൊന്നും ഇല്ലായിരുന്നു. ജിന്നിന് മാത്രമായിരുന്നു പൊക്കം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജിന്നാണ് ആ സ്കൂളിലെ ജനാലയൊക്കെ തുടയ്ക്കുന്നത്. ഈ ജനൽ തുടയ്ക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പെൺപിള്ളേർ വന്ന് നിൽക്കും. മറ്റൊന്നിനുമല്ല, ഇവൻ ജനാല തുടയ്ക്കുമ്പോൾ അവൻ്റെ ഷർട്ട് കാണും, അവൻ്റെ ശരീരഭാഗം കാണും. അത് കാണാൻ വേണ്ടിയിട്ടാണ് പെൺപിള്ളേർ അവിടെ വന്ന് നിൽക്കുന്നത്. ഇതെല്ലാം കൂട്ടുകാരൻ മൂവിനോട് പറയും. മൂവ് സംശയത്തോടെ ചോദിക്കും ജിന്ന് വല്ല ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന്. കാരണം അവൻ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചില്ലേ, അതുകൊണ്ടാണ്. എന്നാൽ കൂട്ടുകാരനും അറിയില്ല, ജിന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അവനത് അറിയാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് അത് ചോദിക്കണ്ട, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെന്ന് അവനോട് പറയുന്നുണ്ട്. കൂട്ടുകാരൻ മൂവിൻ്റെ അടുത്ത് പറയും ജിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു വണ്ടിയിൽ പോയതിന് ശേഷം മൂവിനെ വീട്ടിൽ കൊണ്ടാക്കിയാൽ മതിയെന്ന്. അതായത് ജിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ. അവൻ വർക്ക്ഷോപ്പിൽ കാണില്ല, വർക്ക്ഷോപ്പിൽ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമാവും. അവൾക്ക് തോന്നുന്നു അവന് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്. പിന്നീട് ജിന്നെ കാണിക്കുവാണെങ്കിൽ ജിന്ന് ഒരു ബാറിൽ വന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവനെ അവിടെ കാത്തു നിൽപ്പുണ്ട്. ആ ജിന്ന് അയാളോട് നേരിട്ട് പോയി മിണ്ടുന്നില്ല. ഇവര് വേറെ വേറെ സീറ്റിരുന്നാണ് സംസാരിക്കുന്നത്. ഇത് റേസിങ്ങിനെ പറ്റിയിട്ടാണ്. എന്തോ 6 മാസത്തിലൊരു റേസിങ് വരാൻ പോകുന്നുണ്ട്, അതാണ്. പിന്നെ അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു മനുഷ്യൻ 6 മാസത്തിനുള്ളിൽ പ്രോ ഡ്രൈവറായിട്ട് മാറാൻ കഴിയില്ല. എന്നാലും ജിന്ന് അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ആ മനുഷ്യനും ഇനി 2 മാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ കഴിയുവാണ്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത എപ്പിസോഡുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.